നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛാ, പോലീസ് ഉണ്ടല്ലോ അവിടെ. അതിന് നീ എന്തിനാ പേടിക്കുന്നേ? നമ്മളെല്ലാം തുറന്നു പറയാൻ വേണ്ടിയല്ലേ വന്നത്. അച്ഛൻ ചിന്തിക്കുന്ന പോലെ ആവില്ല പോലീസ് ചിന്തിക്കുന്നത്. എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് അച്ഛൻ ഉറപ്പ് വന്നതുകൊണ്ടാ ഞാൻ വന്നത്. അതിന് അച്ഛൻ നിന്റെ കൂടെ തന്നെ ഇല്ലേ ദയേ? ഞാൻ ജീവനോടെ ഉള്ളപ്പോ എന്റെ മോളെ പോലീസ് കൊണ്ടുപോകില്ല. നീ വാ. എന്തായത്? അബിയെ വീണ്ടും കൊണ്ടുപോകുന്നത് എന്തിനാണ് സാർ? ഇവൻ കുറ്റം സമ്മതിച്ചു. പക്ഷേ ഞങ്ങൾ ഇവനെ തെളിവെടുപ്പിന് കൊണ്ടുവന്ന ബാക്കി 2.5 ലക്ഷം രൂപ ഇവൻ എവിടെ ഒളിപ്പിച്ചെന്ന് ഇവൻ പറയണം. അത് ഞങ്ങൾ ഇവനെ കൊണ്ട് പറയിപ്പിച്ചോളാം. ഇല്ല മാഷെ, സത്യമായിട്ട് ഞാൻ മോഷ്ടിച്ചിട്ടില്ല. എന്റെ ചേച്ചിയെ കൂടി പ്രതിയാക്കുമെന്ന് പറഞ്ഞിട്ടാ ഞാൻ കുറ്റം ഏറ്റെടുത്തത്. ഇവൻ വീണ്ടും പോലീസിനെ ചുറ്റിക്കാൻ നോക്കുക. സർ, ശബരിയുടെ ഷെൽഫിലുണ്ടായിരുന്ന പണം ആരും മോഷ്ടിച്ചതല്ല. സർ, ഇതാണ് ആ പണം. ഈ പയ്യനെ രക്ഷിക്കാൻ വേണ്ടി മാഷ് പുതിയ വഴിവിട്ടാണോ? അല്ല സർ, എന്റെ ഈ മകൾ ദയ ഇവിടുത്തെ ശബരിയുടെ ഭാര്യയാണ്. ശബരി ബിസിനസ് ടൂറിലായിരുന്നതുകൊണ്ട് ദയ ഞങ്ങളുടെ വീട്ടിലായിരുന്നു. 2 ദിവസം മുമ്പ് വാസന്തി വിളിച്ചിട്ട് ദയ ഇവിടം വരെ വന്നിരുന്നു. ദയ വന്നെന്നോ? എപ്പോ? 24 മണിക്കൂറും ഇവിടെയുള്ള ഞാൻ കണ്ടില്ലല്ലോ. ദയ വരുമ്പോ രാമനാഥൻ... മതി, മാഷ് നിർത്തിക്കോ. ബാക്കി ദയ പറയട്ടെ. ഇവിടെ വന്നിട്ട് ഞാൻ വരുമ്പോ ശബരീട്ടന്റെ അച്ഛൻ സോഫയിലിരുന്ന് നല്ല ഉറക്കമായിരുന്നു. താഴത്തെ നിലയിൽ എല്ലാവരെയും നോക്കി, ആരെയും കണ്ടില്ല. മുകളില് ശബരീട്ടന്റെ മുറിയിലും കൂടി കയറി നോക്കാന്ന് കരുതി അങ്ങോട്ട് പോയി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്തായാലും വന്ന സ്ഥിതിക്ക് മോന്റെ എന്റെയും കുറച്ച് ഡ്രസ്സും മറ്റു സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് കരുതി. ഈ വീട്ടിലുള്ളവരൊക്കെ ഇവിടെ പോയിരിക്കുക.
വാസന്തേച്ചിയും വിളിച്ചു പറഞ്ഞത് ശബരേട്ടന്റെ കമ്പനിയിലെ ക്യാഷ് സൂക്ഷിക്കുന്നത് അനിതയാണെന്നാണല്ലോ. പിന്നെ ഈ പണം ഏതാ? ഇനി അനിത ശബരേട്ടന്റെ ക്യാഷ് ഈ മുറിയിൽ തന്നെ സൂക്ഷിച്ചതാണോ? അതോ അവൾ ഈ മുറി തന്നെ കൈക്കലാക്കിയോ? ഏതായാലും ആർക്കും കയറി വരാൻ പറ്റാവുന്ന വിധം തുറന്നിട്ടിരിക്കുന്ന ഈ വീട്ടില് ഈ പണം സൂക്ഷിക്കുന്നത് സുരക്ഷിതമല്ല. ഇത് ശബരേട്ടന് അധ്വാനിച്ചുണ്ടാക്കിയത്. എനിക്കും എന്റെ മകനും അവകാശപ്പെട്ട പണം. ഇത് ഞാൻ കൊണ്ടുപോകും. എന്റെ ഭർത്താവിന്റെ പണം എനിക്കും എന്റെ കുഞ്ഞിനും അവകാശപ്പെട്ടതല്ലേ സാറേ? അത് മറ്റുള്ളവർ സൂക്ഷിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നി. അത് മാത്രമല്ല, ഇവിടെ ഒരു കള്ളം കയറി പണം എടുത്തോണ്ട് പോയാൽ പോലും ആരും അറിയാൻ പോകുന്നില്ല. അത് കറക്റ്റാ. ദേ അതാണല്ലോ തെളിയിച്ചത്. ഏതായാലും ഒരു വീട്ടിൽ കയറി ആരും അറിയാതെ പണം എടുത്തോണ്ട് പോകുന്നതും അത് യഥാർത്ഥ ഉടമസ്ഥനെ പോലും അറിയിക്കാതെ കൈ വെക്കുന്നതും പോലീസ് ഭാഷയിൽ പറഞ്ഞ മോഷണം തന്നെയാ. അച്ഛാ,